Hi dears, welcome back. നമ്മൾ ഇന്നേ വത്തക്ക വെച്ചിട്ട് ഒരു 6 ടൈപ്പ് വെള്ളം ഉണ്ടാക്കാൻ പോവാണ്. ജ്യൂസ് ആണ്. പക്ഷേ വീഡിയോ നമ്മുടേതല്ല. രഹനാസ് മാജിക് കിച്ചൺ എന്ന ചാനലിലത്തെ വീഡിയോസ് ആണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവർ കുറച്ച് അടിപൊളി റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവർ സാധാരണ മാഗസിനിലോട്ടൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കി കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ അവരുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ കാണാൻ വേണ്ടി അവരുടെ ചാനൽ ഒന്ന് സെർച്ച് ചെയ്ത് പോയി നോക്കിയാൽ മതി. അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വത്തക്ക ചെറുതാക്കി അരിഞ്ഞതും പിന്നെ അണ്ടിപ്പരിപ്പും പിസ്തൊക്കെ 1/4 കിലോ വെച്ചിട്ട് 1/4 കപ്പ് വെച്ചിട്ട് എടുക്കുക. പിന്നെ പഞ്ചസാര ആവശ്യത്തിനുള്ളത് കേട്ടോ. അതും കൂടി 3 കൂടി ചേർത്ത് പിന്നെ ഐസും കൂടി അതിലോട്ട് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് മേഡോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇതും കൂടിയും ചേർത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ നരച്ചിട്ട് പിന്നെ ഒന്ന് തരിച്ചെടുത്തതിന് ശേഷം ഗ്ലാസ്സിൽ 2 ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വത്തക്ക ജ്യൂസ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പിസ്ത ഒക്കെ ചേർത്ത് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. വേറെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അടുത്തത് വത്തക്ക വെച്ചിട്ട് അടിപൊളി റെസിപ്പിയാണ്. നല്ല ദാഹമൊക്കെ മാറാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ വത്തക്ക നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്തിട്ട് അതിലോട്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ജിഞ്ചർ ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കുറച്ച് മിൻറ്റ് ലീഫും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ലെമൺ ജ്യൂസും. അപ്പോൾ ഇത് 3ആണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ല കുറച്ച് തണുത്ത വെള്ളം കേട്ടോ. എന്നിട്ട് ഇത് എല്ലാം കൂടിയും കൂട്ടിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം തരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഇഞ്ചി മിൻറ്റ് ലീഫൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ വയറ് സംബന്ധമായിട്ടുള്ളോ അസിഡിറ്റിയോ ഗ്യാസോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്ന വാട്ടർമെലോൺ ബനാന സ്മൂത്തിയാണ്. നല്ല വെറൈറ്റി കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടത് വത്തക്ക കുറച്ച് അരിഞ്ഞെടുത്തതും പിന്നെ കുറച്ച് പഴം ബനാന ഏത് പഴാലും മതി. പിന്നെ അതിലേക്ക് പഞ്ചസാരയും പാലും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 കൂടി നന്നാക്കി ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഗ്ലാസ്സിലോട്ടാണോ ഒഴിച്ചു കൊടുക്കേണ്ടത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബനാനക്ക് പകരം നമുക്ക് സാധാരണ റോബസ്റ്റ്, പൂവമ്പഴം, മൈസൂർ പഴം അങ്ങനെ ഏതാണോ നമുക്ക് കിട്ടുന്നത് അത് ഏതാണ് യൂസ് ചെയ്യാം. അപ്പോൾ ഏത് പഴമാണെങ്കിലും നല്ല പോലെ പഴുത്ത പഴം മാത്രം എടുക്കാം കേട്ടോ. അടുത്തത് വാട്ടർമെലോൺ ക്രീമി ജ്യൂസാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടൊരു ജ്യൂസ് തന്നെയാണത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് അരിഞ്ഞ് വെച്ചിട്ട് വത്തക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർക്കുന്ന 1/2 കപ്പ് വാൾനട്ടാണ്. പിന്നെ അതിലേക്ക് 2 സ്പൂണ് നല്ലൊരു ഫ്ലേവറുള്ള ഒരു ഐസ്ക്രീം, അതൊരു 1/2 കപ്പാണ്. പിന്നെ അതിലേക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് മിക്സിയിലിട്ട് നന്നാക്കി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ വാൾനട്ടൊക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. ആരും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടു. കാരണം നല്ല ഹെൽത്തിയാണ് കേട്ടോ. അടുത്തത് മറ്റൊരു റെസിപ്പിയാണ് വാട്ടർമെലോൺ ഐസ് ക്രഷ് ആണ്. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുരുവില്ലാത്ത 2 കപ്പ് വാട്ടർമെലോൺ, പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 കപ്പ് ഐസ് ക്യൂബ്, പിന്നെ പഞ്ചസാര പൊടിച്ചത് ആവശ്യത്തിന് നമ്മൾ എത്രയാണോ മധുരം അതിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നാക്കി ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നേരെ അങ്ങോട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രുചിയിൽ തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞാൽ വാട്ടർമെലോനെ വേറെ ലെവലാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് വാട്ടർമെലോൺ പഞ്ച്.
അപ്പോൾ ഈ അടിപൊളി ഈ ഡ്രിങ്കിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള വാട്ടർമെലൺ 2 കപ്പ്, പിന്നെ നല്ല തണുപ്പുള്ള പാല് 2 കപ്പ്, പിന്നെ അതിലേക്ക് ഫ്രഷ് ക്രീം 1 കപ്പ്, പിന്നെ പഞ്ചസാര ആവശ്യത്തിനും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു റൂ അഫ്സ എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുക, ഒരു ഫ്ലേവറാണ്, നമ്മൾ സാധാരണ ബോട്ടിൽ വരുന്നതാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഓപ്ഷനിലാണ്. അപ്പോൾ ഇത് നന്നാക്കി ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ട് കുറച്ച് കസ്കസ് പുതിർത്തിയത് കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ആ ഒരു പിന്നെ റൂ അബ്സാറിന സാധനം ഒന്ന് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഡ്രൈ ഫ്രൂട്ട്സും കൂടി നിങ്ങൾക്ക് അതിന് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ലഭിക്കാൻ വേണ്ടി ഈ ചാനലിലല്ല, രഹനാസ് മാജിക് കിച്ചൻ എന്ന ചാനലിൽ ഒന്ന് പോയി നോക്കാം കേട്ടോ.